കഷ്ടകാലം വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരും എന്നൊക്കെ പറയാറില്ലേ. വേറെ ലെവലാടാ. അങ്ങനെ ഞാൻ ലണ്ടൻ വിടുന്നു ഗൈസ്. ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ഇന്നെന്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. ഇവിടെ UK പാർട്ട് ടൈമായി ഞാൻ വർക്ക് ചെയ്യുന്നത് പ്രൈമാർക്കിലാണ്. 2 വർഷമായി ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഷ്ടകാലം വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരും എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് ഫുൾ ടൈം വർക്ക് ചെയ്ത് കുറച്ച് കാശ് ഉണ്ടാക്കേണ്ട ടൈമിൽ തന്നെ ഇവിടെ വർക്കിംഗ് അവേഴ്സ് പ്രോപ്പറായി കിട്ടാണ്ടായി. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3-ാമത്തെ മാസം തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന്. അങ്ങനെ ഞാൻ ലണ്ടൻ ലൈഫ് മതിയാക്കിയാലോ എന്ന് ആലോചിച്ച് റിസൈൻ ചെയ്തു. അങ്ങനെ ഇന്നെന്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. സംഭവം ഞാൻ ഇവിടെ ചെയ്യുന്ന വർക്കും പഠിച്ചതും തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിലും പ്രോപ്പറായി വർക്കിംഗ് അവേഴ്സ് കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ സെറ്റ് ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, വിധി അതിനനുവദിച്ചില്ല. ഇവിടെ ഇപ്പോൾ സമയം വൈകുന്നേരം 7 ആയി. 7 PM to 11 PM വരെയാണ് എന്റെ വർക്ക്, അതായത് 4 hours. അപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാവും 4 hours ഡേ ആണ്. അല്ല, 4 hours in a week. ഈ പാറ്റേണിലാണ് ലാസ്റ്റ് 3 months ഞാൻ ഇവിടെ ലണ്ടനിൽ കഴിഞ്ഞത്. എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എങ്ങനെയൊക്കെയോ കഴിഞ്ഞു കൂടി. അപ്പൊ മനസ്സിലായി ഇനി ഞാൻ ലണ്ടനിൽ നിന്ന എന്റെ ഒരു അക്കൗണ്ടിലുള്ള നെഗറ്റീവ് ബാലൻസ് മറ്റേ അക്കൗണ്ടിലേക്കും പകരുമെന്ന്. അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചു ലണ്ടൻ വിടാം. അപ്പൊ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും എന്നാ ഇതൊക്കെ നിർത്തി നാട്ടിലോട്ട് വന്നൂടെ എന്ന്. ആലോചിക്കാനായിട്ടല്ല, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ അബ്രോഡ് സ്റ്റഡി ബിസിനസ്സിലേക്ക് ഒരു 10-25 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ലാഭമൊന്നും ഇല്ലെങ്കിലും നഷ്ടമില്ലാണ്ടെങ്കിലും തിരിച്ചു വരണ്ടേ എന്നോർത്ത് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ചധികം ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. പ്രൈമാർക്കിലാണ് വർക്ക് ചെയ്യുന്നെങ്കിലും ഇവിടെ 3-4 ഫ്ലോറിലായി ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. കുറെ പേർക്ക് പരസ്പരം അറിയത്തുപോലും ആരൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇതിൽ എന്റെ സെക്ഷൻ ഏതാന്ന് വെച്ചാൽ ടീൽസ് റിട്ടേൺ ആണ്. അതെന്താന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് വന്ന് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം എടുത്ത് ടില്ലിൽ വരും. എന്നിട്ട് ടില്ലിൽ ബില്ല് കണ്ടു കിട്ടുമ്പോൾ അതിൽ പകുതി അവിടെ തന്നെ ഇടും. അതൊക്കെ എടുത്ത് മടക്കി കറക്റ്റ് ഡിപ്പാർട്ട്മെന്റ് നോക്കി പ്രെപ്പ് ചെയ്യുക, റിട്ടേൺ ചെയ്യുക. അതൊക്കെയാണ് എന്റെ പണി. ഇങ്ങനെ വർക്ക് ചെയ്ത് ഇതിന്റെ കഷ്ടപ്പാട് മനസ്സിലായതുകൊണ്ട് എന്റെ ഫ്രണ്ട്സുമായിട്ട് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ആവശ്യമില്ലാതെ ഒരു ഡ്രസ്സ് പോലും അൺഫോൾഡ് ചെയ്യാൻ ഞാൻ ആരെ കൊണ്ട് സമ്മതിക്കാറില്ല. അതുകൊണ്ട് ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്നെ കൂടെ കൂട്ടാൻ എല്ലാവർക്കും പേടിയാണ്. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് കമ്പനിയുടെ പോളിസി പ്രകാരം ഇന്ന് എനിക്ക് ടില്ലിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഇന്ന് എന്റെ പണി ഫിറ്റിംഗ് റൂം റിട്ടേൺസ് ആയിരുന്നു. പ്രെപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഫ്ലോറിൽ കൃത്യ സ്ഥലത്ത് കൊണ്ടുപോയി റിട്ടേൺ ചെയ്യുക. പിന്നെ വേറെ ഫ്ലോറിൽ കൊണ്ടുപോകേണ്ടതൊക്കെ അവിടെ കൊണ്ടു കൊടുക്കുക. അങ്ങനെയൊക്കെ ഈ പണി എനിക്ക് ഇഷ്ടമാണ്. കാരണം എല്ലാ ഫ്ലോറിൽ കൂടെയും കറങ്ങി നടന്ന് പണിയെടുക്കാം. ഇടയ്ക്ക് ആരെങ്കിലും ഫ്രണ്ട്സിനെ കണ്ട് സംസാരിക്കുകയും ചെയ്യാം. അങ്ങനെ റിട്ടേൺ ചെയ്ത് കുറച്ച് സമയം കളഞ്ഞു. ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് മാനേജേഴ്സ് ആരും എന്നെ കൊണ്ട് അത്ര പണിയെടുപ്പിക്കുന്നില്ല എന്ന് ചിന്തിച്ചു നിന്നപ്പോഴാണ് ഒരു പണിയായിട്ട് ഒരു മാനേജർ വന്നത്. ഈ കാണുന്ന മല അത് ഞാൻ റെഡിയാക്കണം. ഒരു പണി തരുമ്പോ എന്താ ഇവരുടെ മോട്ടിവേഷൻ? നിന്നെ കൊണ്ട് പറ്റൂടാ, നീ മരണമാസാടാ, വേറെ ലെവലാടാ, നീ വേറെ ലെവലാടാ. ഇത് കണ്ടാലേ അറിയാം രാവിലെ മുതൽ ഈ സെക്ഷനിൽ ആരും ഇല്ലായിരുന്നു. ചില പ്രത്യേക കസ്റ്റമേഴ്സ് സെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആന കരിമ്പിൻകാട്ടി കയറിയ പോലെ മൊത്തം കുഴച്ചു മറിക്കും. എന്നിട്ടോ അവിടെ ഇല്ലാത്ത ഒരു കളറോ സൈസോ ചോദിക്കും. ഇനി അതങ്ങനെ എടുത്തു കൊടുത്താലോ? ഷർട്ട്, ഈ ഷർട്ടോ? നിന്നോട് ഞാൻ ആ പച്ച കോളറിന് ചുവന്ന മുത്ത് പിടിപ്പിച്ച പാർട്ടി വെയർ എടുക്കാനിടെ പറഞ്ഞത്. അങ്ങനെ 1.5 മണിക്കൂർ കൊണ്ട് ഈ സെക്ഷൻ തീർത്തു. അപ്പോഴേക്കും 10 മണിയായി. സ്റ്റോർ ക്ലോസ് ചെയ്തു. ഇനി 1 hour കൂടെ വർക്ക് കഴിയാൻ. ഈ 1 hour വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോർ മൊത്തം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിന് ഓരോരുത്തർക്കും ഓരോ സെക്ഷൻ കൊടുക്കും. ആ സെക്ഷൻ തീർന്ന അടുത്ത സെക്ഷൻ തരും. ഇനി അതും കഴിഞ്ഞാലോ ബാക്കിയുള്ള റിട്ടേൺസും ചെയ്യണം. അങ്ങനെ 11 ആയി. പണി കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും 11 മണിയാകുമ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. അതിലൊരു പ്രശ്നമില്ല. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞു. ക്ലോക്ക് ഔട്ട് ചെയ്തു. പ്രൈമാർക്കിലെ ലാസ്റ്റ് ക്ലോക്ക് ഔട്ട്. ലോക്ക് റൂമിൽ പോയി സാധനങ്ങൾ എടുത്തു. ഫ്രണ്ട്സിനോടൊക്കെ ബൈ പറഞ്ഞു. ഞാൻ ഇറങ്ങി വീട്ടിലോട്ട്. അങ്ങനെ 2 വർഷത്തെ പ്രൈമാർക്കിലെ ജീവിതം ഇതോടെ അവസാനിച്ചു. ഇനി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആകുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ബൈ.